പെട്രോൾ വാങ്ങി എൻ്റെ മോളിനെ അയക്കാം. പക്ഷെ എൻ്റെ മോള് സ്വന്തം വാങ്ങിയതല്ല, അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചത് തന്നെയാണ്. കാറിൽ നിന്ന് ഇറക്കിയിട്ട് ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലോ അല്ലെങ്കിൽ ഇവളെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ല. പറയുമ്പോഴൊക്കെ അവൾ കരയുന്നുണ്ടായിരുന്നു. അവളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ബോഡി ലാംഗ്വേജ് അതല്ല, അതെനിക്ക് നല്ലോണം അറിയാം. ഈ നിമിഷം വരെയായിട്ടും 3 വർഷത്തിനിടയിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത്, എന്തെങ്കിലും സംഭവിച്ചോ എന്നുകൂടി അന്വേഷിക്കാത്തൊരു ടീമാണ്. കഴിഞ്ഞ ദിവസമാണ് പേരാമ്പ്ര ചെറുവണ്ണൂർ കക്കറമുക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴി ഗർഭിണിയായ 7 മാസം ഗർഭിണിയായ യുവതി വെന്തു മരിച്ച വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്തിരുന്നു. സംഭവത്തിൽ പോലീസ് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്തിടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു. കാരണം അപകട കാരണം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി തകരാറോ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും തകരാറ് കൊണ്ടോ അല്ല എന്നായിരുന്നു ഫോറൻസിക് നിഗമനം. അതിനെ ചുറ്റിപ്പറ്റിയാണ് വണ്ടിയിൽ പെട്രോൾ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് അവസാനമായിട്ട് സോന എന്ന് പറയുന്ന സഹോദരി പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ വാങ്ങി വണ്ടിയിലേക്ക് വരുന്ന CCTV ദൃശ്യങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്നാൽ ഈ ഒരു കാര്യം വെച്ചുകൊണ്ട് ഇനി കൂടുതൽ മുന്നോട്ട് അന്വേഷണം വേണ്ട എന്നുള്ള ഒരു മട്ടിലാണ് പോലീസ് അന്വേഷണം അവസാനിപ്പിക്കാനുള്ള പരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇപ്പോഴും സോനയുടെ കുടുംബക്കാർ പറയുന്നത് ഇത് അട്ടിമറിയാണ്. 100% സോന എന്ന് പറയുന്ന സഹോദരി യാതൊരു കാരണവശാലും സ്വന്തം ആത്മഹത്യ ചെയ്യില്ല. കാരണം അവരുടെ വയറ്റിൽ വളരുന്നത് 7 മാസം പ്രായമുള്ള ഒരു കുഞ്ഞാണ്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് അവർക്ക് മാനസികമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ കല്യാണം ഒരു പ്രേമ വിവാഹമാണ്. ഈ സോനയും രജിൻലാലും നടന്നത് ഒരു സ്നേഹവിവാഹമാണ്. എന്നാൽ അവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ അവളെ ഒഴിവാക്കാനുള്ള ഒരു പരിപാടി രജിൻലാൽ നോക്കിയിരുന്നു. രജിൻലാലിന് ഇപ്പോഴും മറ്റൊരു യുവതിയുമായിട്ട് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ സോനയുടെ കുടുംബക്കാർ പറയുന്നത്. പിന്നെ പെറ്റ വയറിന് തീർച്ചയായിട്ടും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ സോനയുടെ അമ്മ പറയുന്നത്. നമുക്ക് അമ്മയുടെ വാക്കുകൾ കേൾക്കാം. പെട്രോൾ വാങ്ങി എൻ്റെ മോളിനെ അയക്കാം. പക്ഷെ എൻ്റെ മോള് സ്വന്തം വാങ്ങിയതല്ല, അവളെ കൊണ്ട് വാങ്ങിപ്പിച്ചത് തന്നെയാണ്. ആരോഗ്യമില്ലാതെ തന്നെയാണ് വാങ്ങിപ്പിച്ചത്. എൻ്റെ മോൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യൂല. പക്ഷെ ആത്മഹത്യ ചെയ്യുന്ന മോളാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വിഷമം ഉള്ളതായിട്ട് എനിക്ക് തോന്നും. ഞാനോളെ അമ്മയല്ലേ. ഏതായാലും 100% അമ്മ ഉറച്ചു വിശ്വസിക്കുന്നു പെട്രോൾ വാങ്ങിയത് സോനയാണ്. പക്ഷേ സോനയെ പെട്രോൾ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വിട്ടത് രജിൻലാലാണ്. കാരണം കരുതിക്കൂട്ടി തെളിവുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അദ്ദേഹം അത് ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സോനയുടെ അമ്മയടക്കം പറയുന്നത്. പെറ്റ വയറാണ്. തീർച്ചയായിട്ടും ഞാൻ അവളുടെ അമ്മയല്ലേ, അവൾക്ക് അത്തരത്തിൽപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും എനിക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ സോനയുടെ അമ്മ പറയുന്നത്. അമ്മ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും, ഞങ്ങൾക്ക് ഇത് തെളിയണമെന്ന് തന്നെയാണ് അമ്മ പറയുന്നത്. അതുപോലെ തന്നെയാണ് അച്ഛനും പറയുന്നത്. നമുക്ക് അച്ഛൻ്റെ വാക്കുകൾ കേൾക്കാം. കാറിൽ നിന്ന് ഇറക്കിയിട്ട് ആ സമയത്ത് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലോ അല്ലെങ്കിൽ ഇവളെ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലോ എന്നറിയില്ല. അതൊരു സംശയത്തിലാണ് ഞങ്ങളുള്ളത്. അല്ലാണ്ട് അവൾ വാങ്ങാനും ഇത് ചെയ്യാനും യാതൊരു പഴുതും ഇതിലില്ല. അത് തന്നെയാണ് അച്ഛനും പറയുന്നത്. ഒരു പക്ഷേ കരുതിക്കൂട്ടി രജിൻലാൽ പെട്രോൾ വാങ്ങാൻ വേണ്ടി സോനയെ പമ്പിലേക്ക് പറഞ്ഞു വിട്ടതാവാം എന്ന് തന്നെയാണ് അച്ഛനും വിശ്വസിക്കുന്നത്. അല്ലാതെ മറ്റൊരു വഴിക്ക് തീർച്ചയായിട്ടും സാധ്യതയില്ല. അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് ഈ കഥയിൽ ഉണ്ടാവുകയില്ല എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ് അച്ഛൻ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, അവരുടെ ജ്യേഷ്ഠൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ അടുത്തിടെയാണ് രജിൻലാലിൻ്റെ അച്ഛൻ ഈ കുടുംബത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചത്. അവർ പറഞ്ഞിരുന്നു 3 മാസമല്ല 3 കൊല്ലമായിട്ട് പോലും ഈ സോനയുടെ കുടുംബക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നായിരുന്നു പറഞ്ഞത്. അതിനുള്ള മറുപടി സഹോദരൻ പറയും, നമുക്ക് കേൾക്കാം. ഞാൻ അവളെ കണ്ടിട്ട് കുറേ ആയിരുന്നു. പിന്നെ അവളുടെ അടുത്ത് കാണുമെന്ന് പറഞ്ഞാൽ അവളെ വിളിച്ച സമയത്ത് അവളുടെ അടുത്ത് പറഞ്ഞത് ഇവിടത്തോട്ട് വരണ്ട, അതായത് കല്യാണം കഴിച്ചാൽ വീട്ടിലോട്ട് വരണ്ട, നീ വീട്ടിൽ വന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പറയുമ്പോഴൊക്കെ അവൾ കരയുന്നുണ്ടായിരുന്നു. അവളായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവളെ ബോഡി ലാംഗ്വേജ് അതല്ല, അതെനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ സഹോദരൻ പറയുന്നത്, കാരണം ഇവരോട് അങ്ങോട്ട് പോകരുത് എന്ന് വിലക്കിയതുപോലെ ഇവർ പറഞ്ഞിരുന്നു. കാരണം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ സഹോദരിക്ക് ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അത്രയും വലിയ മെൻ്റൽ ടോർച്ചറിങ് അവിടെ വെച്ചിട്ട് ഈ രജിൻലാൽ ഈ സഹോദരിയായ സോനയെ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഇവരുടെ ബോഡി ലാംഗ്വേജ് തീർച്ചയായിട്ടും അവർക്ക് സഹോദരന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ പോകുന്ന സമയം വരെ ആത്മഹത്യ പോയിട്ട് അത്തരത്തിൽപ്പെട്ട ഒരു പ്രശ്നവും ഈ സഹോദരിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് ഉറച്ചു പറയുകയാണ് ഈ സഹോദരൻ. കാരണം ഞാൻ പറഞ്ഞതുപോലെ രജിൻലാലിൻ്റെ അച്ഛൻ
ഈ അടുത്തിടെ കൊടുത്ത ഇൻ്റർവ്യൂ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഈ സഹോദരി ഈ വീട്ടിൽ ഇതുവരെ യാതൊരു പ്രശ്നവും നേരിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. വളരെ സന്തോഷകരമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഈ കുടുംബത്തിൽ അവർ കഴിഞ്ഞു പോയത്. ആ മകളെ സോന എന്ന് പറയുന്ന കുട്ടിയെ ഞങ്ങൾ സ്വന്തം മക്കളെ പോലെയാണ് നോക്കിയത് എന്ന് വരെ അച്ഛൻ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ പച്ച കള്ളത്തരമാണ്. കാരണം ഇവരുടെ നാട്ടുകാർ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രജിൻ ലാലിന് മറ്റൊരു യുവതിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നും അതുപോലെ തന്നെ ഈ യുവതിയുമായുള്ള പ്രേമവിവാഹം ആദ്യം തന്നെ ഒഴിവാകാൻ വേണ്ടി രജിൻ ലാൽ ശ്രമിച്ചിരുന്നു. അതിപ്രകോപിതയായ ശേഷം സോന ഒരു വട്ടം ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷൻ വരെ പോയതാണ്. അവിടെ നിന്ന് റെയിൽവേ പോലീസും നാട്ടുകാരും എല്ലാമാണ് അവരെ പിന്തിരിപ്പിച്ചത് എന്ന് പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം മുതലെടുക്കാൻ വേണ്ടി തന്നെയാണ് രജിൻ ലാൽ കരുതിക്കൂട്ടി ഇവരെ കൊണ്ട് പെട്രോൾ വാങ്ങി ആ കാറിലേക്ക് വെപ്പിച്ചതും അതുപോലെ തന്നെ കരുതിക്കൂട്ടി തെളിവുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് എന്നാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സോനയുടെ വീട്ടുകാർ ആരോപിക്കുന്നത്. ഈ ഒരു ആരോപണം ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നത് ആരാണെന്ന് വെച്ചാൽ രജിൻ ലാലിൻ്റെ അച്ഛനാണ്. അവർ പറഞ്ഞത് സോനയുടെ കുടുംബക്കാർ യാതൊരു വിധത്തിലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും കഴിഞ്ഞ 3 കൊല്ലമായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആ വീഡിയോ ക്ലിപ്പിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ നമുക്ക് കാണാം. ഇല്ല, ഇതുവരെയായിട്ടും അങ്ങനൊരു സംഭവം നമ്മളെ ഇടയിൽപ്പെട്ടിട്ടില്ല. അവർ കല്യാണം കഴിഞ്ഞിട്ട് 3 വർഷമായി. ഇതുവരെയായിട്ടും വീട്ടിൽ അങ്ങനത്തെ ഒരു എൻ്റെ ഭാര്യ മക്കൾ യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഞങ്ങൾ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞൊരു കുടുംബമാണ്. അത് എന്താണ് ഇത് സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. അത് ഞങ്ങൾക്കും ആ സത്യം തെളിയണമെന്നുണ്ട്. ഈ സോനയുടെ കുടുംബം ആരോപിച്ചത് ഇതൊരു കൊലപാതകമാണെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്ന പോലെ തന്നെ CCTV ദൃശ്യങ്ങൾ വന്നു. സോന തന്നെ ഈ പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ച് കൊണ്ടുപോകുന്നതൊക്കെ കണ്ടു കാണുമല്ലോ. അപ്പം എന്താണ് ആ കാറിൽ സംഭവിച്ചതെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? കാറിൽ സംഭവിച്ച പെട്രോൾ ഇന്നാണ് അയാൾ പെട്രോൾ വാങ്ങിക്കൊണ്ടിരുന്ന ഒരു സീന് കാണുന്നത്. അപ്പോൾ എന്തായാലും അവൾ ചതിക്കാന്നുള്ള രീതിയിലായിരിക്കും അങ്ങനെ ചെയ്തിട്ടുണ്ടാകുക. അപ്പോൾ അവരെ കുടുംബം പറയുന്നത് എന്താണ്, അപ്പോൾ ഞങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം അവർ ഈ നിമിഷം വരെയായിട്ടും 3 വർഷത്തിനിടയിൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത് എന്തെങ്കിലും സംഭവിച്ചോ എന്നുകൂടി അന്വേഷിക്കാത്തൊരു ടീമാണ്. അവരെ അമ്മയായിട്ടും മാമനായിട്ടും ആരും ഇതുവരെ ഈ വീട്ടിൽ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഇപ്പോൾ അവർ ചെയ്യുന്ന ആരോപണങ്ങൾ ഇവിടെ പട്ടിണിയാണ്, ഇവിടെ കലഹമാണ് എന്നൊക്കെയാണ്. ഇതുവരെ അങ്ങനെ ഒരു കലഹം അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾ കാര്യം തന്നെയാണ്. കാരണം വീട്ടിലും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഈ ഒരു പെട്രോൾ വാങ്ങി വന്നത് സോന എന്ന് പറയുന്ന സഹോദരി തന്നെയാണ് എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് ഈ ഒരു അന്വേഷണം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോകുന്നു. ആ സമയത്ത് സോനയുടെ കുടുംബത്തിനെതിരെ ആസൂത്രിതമായിട്ട് രജിൻ ലാലിൻ്റെ അച്ഛനടക്കമുള്ള ആൾക്കാർ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇങ്ങനെയൊക്കെ ഈ കേസിനെ തേച്ചു മായ്ച്ച് കളയാൻ വേണ്ടിയുള്ള ശ്രമം ഇപ്പോൾ തരികിടയായിട്ട് വളരെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ അവസാന ശ്വാസം വരെ ഞങ്ങളുടെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ പോരാടുമെന്ന് തന്നെയാണ് സോനയുടെ അമ്മയും അച്ഛനും സഹോദരനും അതുപോലെ തന്നെ ഒരു നാട്ടുകാർ മൊത്തം ഇപ്പോൾ പറയുന്നത്. പോലീസിന് യാതൊരു കാരണവശാലും തിടുക്കപ്പെട്ട് അന്വേഷണം ഇവിടെ വെച്ച് നിർത്തിപ്പോകാൻ വേണ്ടി സാധിക്കുകയില്ല. നാട്ടുകാർ തീർച്ചയായിട്ടും കനത്ത പ്രക്ഷോഭവും അതുപോലെ തന്നെ പ്രതികരണവുമായിട്ട് വരും ദിവസങ്ങളിൽ മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ കേസുമായിട്ട് പുതിയ അപ്ഡേഷൻ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.